പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്യാൻസർ രോഗം വന്ന് ക്യാൻസർ രോഗത്തിനായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന, അത് കീമോതെറാപ്പി ആകട്ടെ, സർജറി ആവട്ടെ, റേഡിയേഷൻ ചെയ്യുന്ന ആൾക്കാരാവട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, അവരുടെ അടുത്ത് പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പല മിഥ്യാധാരണകളും നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ മാറ്റുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മുൻപ് പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളുടെ അടുത്ത് പോകാനോ ഗർഭിണികളുടെ അടുത്ത് പോകാനോ ക്യാൻസർ ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കീമോതെറാപ്പി ചെയ്യുന്നവർക്കോ റേഡിയേഷൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്കോ ഒക്കെ കുട്ടികളുടെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ കുട്ടികൾ ആ രോഗികളുടെ അടുത്ത് വരാനോ ഒരു തടസ്സവുമില്ല. ഇതിനൊരു അപവാദം എന്ന് പറയുന്നത്, നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. അത് ഒരു പക്ഷേ പെറ്റ് സി ടി പോലുള്ള സ്കാൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചിലപ്പോൾ റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉപയോഗിക്കാം. ചിലപ്പം ക്യാൻസർ ചികിത്സിക്കാനായിട്ട് റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ എന്ന് പറയുന്ന ഒരു രോഗം ചികിത്സിക്കാനായിട്ട് ലുട്ടീഷ്യൻ തെറാപ്പി ചെയ്യാം. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അങ്ങനെയുള്ള റേഡിയോ ന്യൂക്ലിയേറ്റ് തെറാപ്പി ഉണ്ട്. അങ്ങനെ റേഡിയോ ആക്റ്റീവ് മരുന്നുകൾ ശരീരത്തിലേക്ക് കുത്തിവെച്ച രോഗികൾക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക്, അത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 2-3 ദിവസം അവർ കുട്ടികളുടെ അടുത്തും ഗർഭിണികളുടെ അടുത്തും പോകരുതെന്നേ ഉള്ളൂ. അല്ലാതെ ദീർഘകാലത്തേക്ക് പിന്നെ അവരൊരിക്കലും കുട്ടികളുടെ അടുത്തോ ഗർഭിണികളുടെ അടുത്തോ പോകരുതെന്നില്ല. 2-3 ദിവസം കൊണ്ട് അവരുടെ ശരീരത്തിൽ ഈ മരുന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. അത് കഴിയുമ്പോൾ അവർക്ക് ബാക്കി എല്ലാ ആളുകളെയും പോലെ കുട്ടികളുടെ അടുത്തും ഗർഭിണികളുടെ അടുത്തും ഒക്കെ പോകാൻ പറ്റും. അപ്പം സാധാരണഗതിയിൽ ക്യാൻസറിന് കീമോതെറാപ്പി എടുക്കുന്നവരായിക്കോട്ടെ, ക്യാൻസറിന് ഗുളിക കഴിക്കുന്നവരായിക്കോട്ടെ, അല്ലെ വേറെ എന്തെങ്കിലും മരുന്നുകൾ എടുക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവർക്കൊന്നും കുട്ടികളുടെ അടുത്ത് പോകാനോ ഗർഭിണികളുടെ അടുത്ത് പോകാനോ യാതൊരു തടസ്സവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.